ആമ്രബർ का अर्थ അടുത്ത കുറച്ച് വരികൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൽ പല പല പൂക്കളുടെ ഉദാഹരണമൊക്കെ കൊടുത്തുകൊണ്ട് രാധ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്നെ നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ്. അതായത് നീ തരുന്ന ഓരോ സൂചനകളെയും മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നു, അങ്ങനെ ആ ഓരോരോ സൂചനകൾ നീ തരുന്നതൊക്കെ ഇന്ന് വരെയും ഞാൻ ഗ്രഹിച്ചിട്ടേ ഉള്ളൂ, ഞാൻ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം നീ ചാർത്തിപ്പോയ ആ മാമ്പൂക്കൾ എൻ്റെ നെറുകയിൽ ചാർത്തിപ്പോയതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നീ തന്നു. മാമ്പൂക്കൾ കൊഴിച്ചു പോയത് എൻ്റെ നെറുകയിൽ ചാർത്തിയ സിന്ദൂരമായിരുന്നു എന്നൊരു സൂചന നീ തന്നു പോയപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് നീ കരുതുന്നുണ്ടോ കണ്ണ എന്ന് കണ്ണനോട് രാധ ചോദിക്കുന്നു. ഇനി അഥവാ അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ നീ എന്നോട് പിണങ്ങി പോകുമോ എന്നും കണ്ണനോട് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ഇതുവരെയുള്ള എല്ലാ സൂചനകളും, നീ തന്ന ഓരോരോ സൂചനകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് കേട്ടിട്ട് ഞാൻ ഓടി വന്നില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോകുമോ നീ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് രാധ തുടരുന്നത്. മുझे नित नए शिल्प में ढालने वाले मेरे उलझे रूखे चंदन वासित केशों में पतली उजली चुनौती देती हुई मांग, क्या वह आखिरी पगडंडी थी जिसे तुम रिता देना चाहते थे, इस तरह उसे आम्र मंजरी से भर भर कर. ഇവിടെ കുറച്ച് രാധ എന്താ പറയുക, ദാർശനികമായി സംസാരിക്കുന്നു. അതാണ് ആ വരികളിൽ കാണുന്നത്. മുझे നിത് നയേ ശില്പമേം ഢാൽനെ വാലേ, കണ്ണനെ വിളിക്കുകയാണ്. എന്നെ നിത്യം നയേ ശില്പമേം ഢാൽനെ വാലേ, പുതിയ ശില്പമായി ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തുന്ന കണ്ണ എന്നാണ്. അതായത് എന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവനെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്നിൽ ഓരോ ദിവസവും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ട്, കണ്ണൻ്റെ സാമീപ്യം കൊണ്ട് എന്നിൽ ഓരോ ദിവസവും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിത്യവും ഞാൻ നയെ നയെ ശില്പക്കെ സമാൻ ബൻ ജാതെ. അപ്പോൾ ഇന്നുള്ള രാധയല്ല നാളെയുള്ളത്. അപ്പോൾ എന്നിൽ ഒരുപാട് എന്താ പറയുക, മോഡിഫിക്കേഷൻസ് കണ്ണൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്നെ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ ശില്പങ്ങളായി രൂപമാറ്റം വരുത്തുന്നവനെ, മേരെ ഉൽझे रूखे चंदन वासित केशों में पतली उजली चुनौती देती हुई मांग, क्या वह आखिरी पगडंडी थी. അപ്പോൾ രാധ വീണ്ടും ചോദിക്കുന്നത്, കണ്ണൻ നെറുകയിൽ ചാർത്തി തന്നു പോയി എന്ന് രാധ കരുതുന്ന ആ മാമ്പൂക്കളെ കുറിച്ച് തന്നെയാണ് രാധ വീണ്ടും ചോദിക്കുന്നത്. എന്താണ് പറയുന്നത് നോക്കൂ. മേരെ ഉൽझे रूखे ചന്ദൻ വാസിത് കേശ്, രാധയുടെ കേശം, രാധയുടെ മുടിയെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ മുടി എങ്ങനെയുള്ള മുടിയാണ്. ഉൽझे ഹെ, ഉൽझ എന്ന് പറഞ്ഞാൽ എന്താണ്, അലസമായി കിടക്കുന്ന, പാറിപ്പറന്ന് അലസമായി കിടക്കുന്ന, അല്ലെങ്കിൽ ഉൽझ ഹുവ ആ മെരാ ബാൽ. റൂഖേ ഹെ, വളരെ ഡ്രൈ ആയി കിടക്കുന്ന, റൂഖ വരണ്ട മുടി. ചന്ദന് വാസിത്, ചന്ദന ഗന്ധമുള്ള, വാസിത് എന്ന് പറഞ്ഞാൽ ഗന്ധമുള്ളതെന്നാണ്. ചന്ദന ഗന്ധമുള്ള അലസമായ, അല്ലെങ്കിൽ എന്താ പറയുക, റൂഖേ ഡ്രൈ ആയ എൻ്റെ മുടി, ഡ്രൈ ആയി കിടക്കുന്ന, അതായത് വരണ്ട് കിടക്കുന്ന, അലസമായി കിടക്കുന്ന, ചന്ദനഗന്ധമുള്ള എൻ്റെ കേശത്തിൽ, എൻ്റെ മുടിയിൽ നീ എന്തു ചെയ്തിരുന്നു. പത്ലി ഉജ്ലി ചുനൗത്തി ദേത്തി ഹുയി മാങ്, മേരി മാങ്ക് ഭരി ഹെ തൂനെ. മാങ്ക് ഭർന എന്ന് പറഞ്ഞാൽ എൻ്റെ നെറുകയിൽ നീ സിന്ദൂരം ചാർത്തി പോയി എന്നാണ്. അപ്പോൾ നെറുകയിൽ ചാർത്തിയ സിന്ദൂരം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആ ചാപ്റ്ററിൽ തന്നെ കണ്ടതാണ്. രാധയുടെ നെറുകയിൽ ചാർത്തിയത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ കണ്ണൻ പോയ വഴിക്ക് ആ വഴിയിൽ വിതറിപ്പോയ ആ മാമ്പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. രാധ അതിനെ കാണുന്നത് സ്വന്തം നെറുകയിൽ കണ്ണൻ സിന്ദൂരം ചാർത്തിയതായി സങ്കല്പിക്കുകയാണ് രാധ. അപ്പോൾ അതും കണ്ണൻ്റെ ഒരു സൂചനയായിരുന്നു. പല പല സൂചനകളിലൂടെയാണല്ലോ കണ്ണൻ രാധയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ കഥകളിൽ നമ്മൾ പറഞ്ഞതാണ്, പല പല സന്ദർഭങ്ങൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്, പല പൂക്കൾ അയക്കുമ്പോൾ രാധ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത്. അതുപോലെ ഈ പോയ വഴിയെ സിന്ദൂരം എന്താണ് മാമ്പൂക്കൾ കൊഴിച്ചു പോയതെന്ന് രാധ മനസ്സിലാക്കുന്നത് എൻ്റെ നെറുകയിൽ കണ്ണൻ സിന്ദൂരം ചാർത്തിപ്പോയി എന്നാണ് രാധ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നീ എൻ്റെ നെറുകയിൽ ചാർത്തിപ്പോയ ആ എന്താ മാമ്പൂക്കൾ അല്ലെങ്കിൽ സിന്ദൂരം. പത്ലി ഉജ്ലി ചുനൗത്തി ദെത്തി ഹുയി മാങ്, അപ്പോൾ എൻ്റെ ആ നെറുകയെക്കുറിച്ചാണ് രാധ പറയുന്നത്. അങ്ങനെയുള്ളതാണ്. പത്ലി ഹെ നേർത്ത,
ഉജ്ലി തെളിഞ്ഞ, ഉജ്ലി ഹെ തെളിഞ്ഞത്. ചുനൗത്തി ദേത്തി ഹുയി മാങ്ക്. ചുനൗത്തി ദേന എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ രാധയെ സംബന്ധിച്ച് അതൊരു ചുനൗത്തി ഹെ. ചുനൗത്തി എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിയാണ്. രാധയെ സംബന്ധിച്ച് കണ്ണൻ ഇന്നലെ ചാർത്തിപ്പോയ ആ മാമ്പൂക്കൾ അല്ലെങ്കിൽ സിന്ദൂരം എന്ന സങ്കല്പം അത് രാധയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വെല്ലുവിളിയാണ്. കാരണം അതിൻ്റെ പേരിലാണ് രാധ ഇത്രത്തോളം മാനസിക സംഘർഷം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഓ ചുനൗത്തി ബൻ ഗയി ഹെ രാധ കെ ലിയെ. അപ്പോൾ കണ്ണൻ ഇന്നലെ ചെയ്ത ആ ഒരു പ്രവൃത്തി ഇപ്പോൾ രാധയെ സംബന്ധിച്ച് ഉസ്കേലിയേക്ക് ചുനൗത്തി ഹെ, ഒരു വെല്ലുവിളിയാണ്. എന്താണ് ഇനി എന്നുള്ളത് രാധയ്ക്ക് അറിയില്ല. കണ്ണൻ പിണങ്ങിയതാണോ എന്നറിയില്ല. അത് ആജ് രാധാക്കിലേക്ക് ബഡി സമസ്യ ബൻ ഗയി ഹെ. രാധയ്ക്ക് അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചുനൗത്തി എന്ന് പറയുന്നത്. അപ്പോൾ मेरी मांग तूने भर दी है लेकिन वो तो अब मेरे लिए कुछ चुनौती के समान है, चुनौती बन गई है. क्या वो ആഖിരി പകടണ്ടി थी? രാധയുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതാണ്, അല്ലെങ്കിൽ രാധയുടെ മുന്നിൽ ഉയരുന്ന ആ ഒരു പ്രശ്നം, ഒരു ചോദ്യം ഇതാണ്. क्या वो आखिरी पगडंडी थी जिसे तुम रिता देना चाहते थे? റിതാ ദേന എന്ന് പറഞ്ഞാൽ ശൂന്യ കർദേന എന്നാണ്. അപ്പം നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ അകലം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകലം നമുക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമാക്കാൻ, ആ അകലം ഇല്ലാതാക്കാൻ വേണ്ടി സങ്കല്പിച്ച് നീ ചാർത്തിയതാണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നതാണല്ലോ ഏതൊരു പ്രണയബന്ധത്തിൻ്റെയും ഒരു ചരം സീമ എന്ന് സങ്കല്പിക്കപ്പെടുന്ന. വാസ്തവത്തിൽ അത് തുടക്കം മാത്രമാണ്. എങ്കിലും ഒരു പ്രണയബന്ധത്തിൻ്റെ ഒരു എൻഡ് തുടങ്ങുകയും അത് വൈവാഹിക ജീവിതത്തിലേക്ക് തുടങ്ങുകയും ചെയ്യുന്നത് നെറുകയിൽ ചാർത്തുന്ന ആ ഒരു സിന്ദൂരത്തോടു കൂടി എന്നുള്ളൊരു കൺസെപ്റ്റിനെയാണ് അവിടെ പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള പ്രണയബന്ധം അവസാനിക്കുകയും വൈവാഹിക ജീവിതം എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം, അതാണ് ഈ നെറുകയിൽ ചാർത്തുന്ന ആ ഒരു സിന്ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് രാധ പറയുന്നത്. ക്യാ വോ ആഖിരി പകടണ്ടി ഥി. അത് നമുക്ക് നമ്മുടെ ഈ പ്രണയബന്ധത്തിൻ്റെ അവസാനത്തെ പകിടണ്ടി എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ആ വഴി ചെന്നെത്തിയ ആ ഒരു എൻഡിങ് പോയിന്റ് അതായിരുന്നോ? നമുക്കിടയിലുള്ള ആ ഒരു പ്രണയബന്ധം എൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അതായിരുന്നോ? നീ ചാർത്തിയ ആ സിന്ദൂരമായിരുന്നോ? അപ്പോൾ ഇനി പ്രണയമില്ല എന്നാണോ? ആഖിരി പകടണ്ടി ഥി ജിസേ തും റിതാ ദേന ചാഹ രഹേ ഥേ. റിതാ ദേന എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക. അപ്പോൾ ആ പ്രണയബന്ധം അവിടെ അവസാനിക്കുകയും വൈവാഹിക ജീവിതത്തിൻ്റെ തുടക്കമാവുകയും ചെയ്യുന്നു എന്നാണോ നീ അതുവഴി ഉദ്ദേശിച്ചത്? ജിസേ തും റിതാ ദേന ചാഹത്തെ ഥേ ഹമാരെ ബീച്ച് കി ജോ ദൂരി ഹേ. അപ്പോൾ ആ ഒരു പ്രണയബന്ധം പൂർണ്ണതയിലെത്തുന്നത് വിവാഹത്തോടു കൂടിയാണ്. അപ്പോൾ ആ വൈവാഹിക ബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തത് വഴി നീ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ സിന്ദൂരം ചാർത്തി പോയത് വഴി നീ ഉദ്ദേശിച്ചത്, ഇനി നമ്മൾ പ്രണയികളല്ല, ഇനി മുതൽ നമ്മൾ പ്രണയികൾ അല്ല, മറിച്ച് എന്താ പറയുക, ഈ കപ്പിൾസാണ് അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണോ രാധ ചിന്തിക്കുന്നതാണ്? ആ ഒരു കൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണോ കണ്ണൻ ഇന്നലെ എനിക്ക് സൂചന തന്ന് പോയത് എന്നുള്ള ഒരു ചോദ്യമാണ് രാധയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഇസ്തര ഉസെ ആമ്ര മഞ്ജരി സെ ഭർ ഭർക്കർ. ഇന്നലെ ഇങ്ങനെ മാമ്പൂക്കൾ നിറച്ച് എൻ്റെ നെറുകയിൽ ഇങ്ങനെ മാമ്പൂക്കൾ നിറച്ച് അല്ലെങ്കിൽ സിന്ദൂരം ചാർത്തി പോയത് വഴി നീ ഉദ്ദേശിച്ചതാണോ? ഹമാരെ ബീച്ചിക്ക് ആഖിരി പകടണ്ടി ഥി. നമുക്കിടയിലുള്ള ആ ഒരു പ്രണയബന്ധത്തിൻ്റെ അവസാനത്തെ ആ ഒരു എൻഡിങ് പോയിന്റ് ആയിരുന്നോ അത് എന്ന് രാധ കണ്ണനോട് ചോദിക്കുന്നു. നീ എന്താണ് ഇന്നലെ വാസ്തവത്തിൽ അതിലൂടെ ഉദ്ദേശിച്ചത്? എന്ത് സൂചനയാണ് നീ എനിക്കതിലൂടെ ഇന്നലെ തരാൻ ആഗ്രഹിച്ചത് എന്ന് രാധ ചോദിക്കുന്നു. മേ ക്യോं ഫൂൽ ഗയി थी कि मेरे लीला बंधु मेरे सहज मित्र की तो पद्धति ही यह है कि वो जिसे भी रिक्त करना चाहता है उसे संपूर्णता से भर देता है. मैं क्यों भूल गई थी. ഞാൻ എന്തുകൊണ്ടാണ് മറന്നുപോയത്? मैं क्यों भूल गई थी. ഞാൻ എന്തുകൊണ്ടാണ് മറന്നുപോയത്? മേരെ ലീലാ ബന്ധു. ലീലാ ബന്ധു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണനെയാണ്. മേരെ പ്രണയ ലീലാവും കെ ബന്ധു ജോ ഹേ. എൻ്റെ പ്രണയലീലകളിൽ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഔസ്കാ സാഥി ജോ ഹേ. അപ്പോൾ മേരെ ലീലാ ബന്ധു അല്ലെങ്കിൽ ഹേ കൃഷ്ണ, മേരെ സഹജ് മിത്ര കി തോ പദ്ധതി യഹി ഹേ.
എൻ്റെ ആത്മമിത്രം, അതാണ് സഹജമിത്രം എന്ന് പറയുന്നത്, എൻ്റെ ആത്മമിത്രത്തിൻ്റെ പദ്ധതി ഇതായിരുന്നുവെന്ന്, അല്ലെങ്കിൽ എൻ്റെ ആത്മമിത്രമായ കണ്ണൻ സങ്കല്പിച്ചത് ഇതായിരുന്നു, അല്ലെങ്കിൽ കണ്ണൻ്റെ ഒരു പ്ലാൻ ഇതായിരുന്നു. അപ്പോൾ കണ്ണനെ അവിടെ എന്തൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് രാധ സംബോധന ചെയ്യുന്നത്? ലീലാബന്ധു എന്ന് പറയുന്നു, സഹജമിത്ര എന്ന് പറയുന്നു. സഹജമിത്ര ഇപ്പോൾ ഒരു പ്രണയത്തിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ച് കൂടിയാണ് അവിടെ. സഹജമിത്ര ഹെ ഓർ ലീലാ ഉൻകെ ബന്ധു ഹെ, എൻ്റെ പ്രണയലീലകളിൽ എൻ്റെ പങ്കാളിയായിട്ടുള്ള ആൾ, ഓർ മേരെ സഹജമിത്ര ബി ഹെ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ് കണ്ണൻ. അപ്പോൾ അങ്ങനെയുള്ള കണ്ണൻ്റെ പദ്ധതി ഇതായിരുന്നു, അല്ലെങ്കിൽ ആ കണ്ണൻ്റെ ഒരു പ്ലാൻ ഇതായിരുന്നു. कि वह जिसे भी रिक्त करना चाहता है उसे संपूर्णता से भर देता है. കണ്ണൻ ആരെയാണോ റിക്ത് എന്ന വാക്ക് സ്ഥിരമായി കടന്നു വരുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ? റിക്ത് ബനാദേന എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക. ആരെയാണോ ശൂന്യ ബനാദേന ചാഹത്താ ഹെ ഉസേ സമ്പൂർണ്ണ ബനാദേത്ത. ഇപ്പോൾ നിങ്ങൾ ആ 2 വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ ആമ്രബോർക്ക ഗീതിൻ്റെ അവസാനത്തെ കുറേ വരികൾ ഇതുമായി കണക്റ്റഡ് ആണ്. ഇതേ വരി റെപ്പറ്റീഷൻ വന്നിരിക്കുകയാണ്. അവിടെ ഇതേ വരികൾ വന്നിട്ടുണ്ട്. കണ്ണൻ ആരെയാണോ अपने में तल्लीन कराना चाहता है उसे पहले സമ്പൂർണ്ണ ബനാ ദേത്ത എന്ന് രാധ പലതവണ പറയുന്നു. അതായത് ആരെയാണോ തൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നത്, കണ്ണൻ ആരെയാണോ തന്നിലേക്ക് അലിയിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അവരെ ആദ്യം എന്തു ചെയ്യുന്നു? സമ്പൂർണ്ണ ബനാ ദേത്തെ ഹെ, അവരിൽ പൂർണ്ണത നിറയ്ക്കുന്നു. അപ്പോൾ എൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്, രാധയുടെ പൂർണ്ണത എന്ന് പറയുന്നത് കണ്ണൻ ചാർത്തി കൊടുത്ത ആ ഒരു സിന്ദൂരമാണ്. അപ്പോൾ കണ്ണൻ്റേതാക്കി എന്നുള്ള ആ ഒരു പറച്ചിലാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ കണ്ണൻ രാധയെ ശൂന്യ ബനാദിയ, അലിയിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ രാധാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് രാധയെ കണ്ണൻ കൊണ്ടുവന്നു, കണ്ണൻ്റെ ഭാഗമാക്കി മാറ്റി. അതിന് കണ്ണൻ ഉപയോഗിച്ചതാണ് ആ മാമ്പൂക്കൾ. ആ മാമ്പൂക്കൾ കൊണ്ട് കണ്ണൻ രാധയെ സമ്പൂർണ്ണ ബനാദിയ, രാധയ്ക്ക് പൂർണ്ണത കൊടുത്തു. തൻ്റെ പ്രണയിനി എന്ന ആ ഒരു പടവിൽ നിന്ന് ഒരു പ്രൊമോഷൻ കൊടുത്തു എന്നാണ് രാധ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മുझे സമ്പൂർണ്ണ ബനാദിയ, ആ സിന്ദൂരം ചാർത്തിയതോടുകൂടി എന്നെ പൂർണ്ണത കൈവരാൻ എന്നെ സഹായിച്ചു എന്നാണ്. അപ്പോൾ ആ പൂർണ്ണതയിൽ തന്നെ ഞാൻ ഇല്ലാതാകുകയും ചെയ്തു. ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ കണ്ണനിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നാണ്. അപ്പോൾ രാധ എന്ന ഒരു സെപ്പറേറ്റ് അസ്തിത്വം ഇനി ഇല്ല, സെപ്പറേറ്റ് ഒരു വ്യക്തി ഇനി ഇല്ല. രാധ ഇപ്പോൾ കണ്ണൻ്റെ ഭാഗമാണ് എന്നാണ്. രാധ എന്ന് പറയുന്നൊരു വ്യക്തി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇല്ല. ആ രാധ ഇപ്പോൾ കണ്ണനിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ രാധ പറയുന്നത്. ആ 2 വരികളുടെ ആശയമാണ് ഞാൻ പറഞ്ഞത്. അതായത് ജിസേ ഭി റിക്ത് കർണ ചാഹത്താ ഹെ ഉസെ സമ്പൂർണ്ണതാ സെ ഭർ ദേത്താ ഹെ. അപ്പോൾ എന്നെ ഇല്ലാതാക്കി കണ്ണനിലേക്ക് ചേർക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് എനിക്ക് ഈ സമ്പൂർണ്ണത തന്നത്, എനിക്ക് പൂർണ്ണത തന്നത്. പൂർണ്ണത തന്നത് എങ്ങനെയാണ്? എൻ്റെ നെറുകയിൽ ഈ സിന്ദൂരം ചാർത്തിക്കൊണ്ടാണ്. യഹ് മേരി മാങ് ക്യാ മേരെ തുമാരെ ബീച്ച് കി അന്തിം പാർത്ഥക്യ രേഖ ഥി. രാധ ചോദിക്കുകയാണ്. പാർത്ഥക്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അൽഗാവ് എന്നാണ്, സെപ്പറേഷൻ എന്നാണ്. നമുക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകലമുണ്ടായിരുന്നെങ്കിൽ, ഒരു പാർത്ഥക്യ ഭാവമുണ്ടായിരുന്നെങ്കിൽ, അകലമുണ്ടായിരുന്നുവെങ്കിൽ ആ അകലത്തെ ഫില്ല് ചെയ്യാനായിട്ട്, ആ അകലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്ത് ചെയ്തത്? ആ മാമ്പൂക്കൾ ഉപയോഗിച്ച് എൻ്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയത് എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ നെറുകയെ നീ പൂർണ്ണമാക്കിയത്. മേരി മാങ് ക്യാ മേരെ തുമാരെ ബീച്ച് കി അന്തിം പാർത്ഥക്യ രേഖ ഥി. എൻ്റെ ഈ നെറുക എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള ആ റിലേഷൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കിടയിലുള്ള ബന്ധത്തിൽ നീ കണ്ട അകലം, ആ അകലത്തെ ഫില്ല് ചെയ്യാനായി നീ ഉപയോഗിച്ചതാണോ എൻ്റെ ഈ നെറുകയിൽ ചാർത്തിയ ഈ സിന്ദൂരം? അതായത് ഈ സിന്ദൂരം ചാർത്തിയത് കൊണ്ട് നീ ഉദ്ദേശിച്ചത് നമുക്കിടയിലുള്ള എല്ലാ അകലങ്ങളും ഇല്ലാതായി എന്നാണോ? क्या इसीलिए तुमने उसे आम्र मंजरियों से भर दिया कि वो भरकर भी ताज़ी क्वारी रीति छूट जाए. അപ്പോൾ ക്യാ ഇസീലിയെ, അപ്പോൾ അതിനു വേണ്ടിയാണോ? നമുക്കിടയിൽ ഒരു ചെറിയ അകലമുണ്ട്, ഒരു പാർത്ഥക്യമുണ്ട്. പാർത്ഥക്യം എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷൻ,
ഒരു അൽഗാവ് കി ഭാവന, നമുക്കിടയിലൊരു ദൂരമുണ്ട്, ആ ദൂരത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് കരുതിയാണോ ക്യാ തുമ്നെ ഉസേ ആമ്ര മഞ്ജരിയോ സെ ഭർ ഭർ ദിയാ, ഈ മാമ്പൂക്കൾ കൊണ്ട് അവയെ നീ നിറച്ചത്? നമുക്കിടയിലുള്ള ആ അകലം ഇല്ലാതാകണമെന്ന് വിചാരിച്ചാണോ എൻ്റെ നെറുകയിൽ എന്ത് ചെയ്തത്? നീ മാമ്പൂക്കൾ നിറച്ചത് അല്ലെങ്കിൽ സിന്ദൂരം ചാർത്തിയത്? ആർ ഭർദിയ, അത് നിറച്ചു. ലേക്കിൻ അബി ഭി വോ താസി ഹൈ, കുവാരി ഹൈ, റീതി छूट जाए, वो ഭർക്കർ ഭി താസി ഹൈ. താസി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താണ്? അത് താസി ഹൈ. താസി എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായി നിൽക്കുന്നത്. കുവാരി ഹൈ, കുവാരി എന്ന് പറയുന്നത് കുമാരി എന്ന് പറഞ്ഞാൽ വിവാഹിത അല്ലാത്ത അവസ്ഥയാണ്. കുമാരി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ രാധ വിചാരിക്കുന്നത് കണ്ണൻ ചാർത്തിയ ആ ഒരു സിന്ദൂരം വാസ്തവത്തിൽ ഇപ്പോൾ അവളെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ണൻ എന്നല്ലാതെ മറ്റൊരു ചിന്തയും ഇപ്പോൾ മനസ്സിലില്ല. അപ്പോൾ കണ്ണൻ വാസ്തവത്തിൽ അത് ചാർത്തി പോയതോടുകൂടി രാധ പൂർണ്ണമായും കണ്ണന് ഒരു എന്താ പറയുക, ഒരു അഡിക്ഷൻ ഫീലിങ്ങിലാണ് രാധ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ണൻ അതിലൂടെ ആഗ്രഹിച്ചത് രാധ സമ്പൂർണ്ണമായും തന്നിലേക്ക് എത്തണമെന്നാണ്. അപ്പോൾ അതുവഴി ഇപ്പോഴും മേ താസി ഹൂം, താസി ഓർ കുവാരി ഓർ റീതി ഹൂം. റീതി എന്ന് പറഞ്ഞാൽ ശൂന്യൻ അല്ലേ? അപ്പം കണ്ണനില്ലാതെ ശൂന്യതയിലാണ് ഞാൻ എന്ന ഒരു ചിന്ത എനിക്കുണ്ട്, അല്ലെങ്കിൽ കണ്ണനില്ലാതെ വയ്യ എന്ന അവസ്ഥയിലാണ് ഞാൻ. അബ് ഭി കുവാരി ഹൂം, കണ്ണനില്ലാതെ, കണ്ണൻ്റെ സാമീപ്യമില്ലാതെ ആ കുമാരാപ്പൻ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. ഓർ താസി ഹേ, എൻ്റെ നെറുകയിൽ നീ ചാർത്തിയ ആ സിന്ദൂരം ഇപ്പോഴും, അല്ലെങ്കിൽ ആ മാമ്പൂക്കൾ, അതാണ് സാങ്കല്പികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സിന്ദൂരത്തിന് പകരം സാങ്കല്പികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ മാമ്പൂക്കൾ ചാർത്തിയതോടുകൂടി ഓ അബി ഭി താസി കുവാരി ഓർ റീതി ഛൂട്ട് ജായേ. അപ്പോൾ രാധയുടെ ആ പല വൈകാരികമായ അവസ്ഥകളാണ് അവിടെ പറയുന്നത്. അതായത് ഒരു പക്ഷേ കണ്ണൻ ആ മാമ്പൂക്കൾ കൊഴിച്ച് പോയില്ലായിരുന്നുവെങ്കിൽ രാധ മനസമാധാനമായി വീട്ടിൽ പോയേനെ. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചതല്ല. ആ പൂക്കൾ രാധയെ വല്ലാതെ പൊള്ളിക്കുകയാണ്. കണ്ണൻ്റെ സാമീപ്യമില്ലാതെ വയ്യ എന്നൊരവസ്ഥയിലേക്ക് രാധയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കുമാരി ഹേ അബി ഭി, ലേക്കിൻ അബി ഭി വോ വിവാഹിത ഹേ, യഹി ചിന്ത ഹേ രാധാക്കോ. അപ്പോൾ താനിപ്പോഴും ആ പെൺകുട്ടി എന്ന അവസ്ഥയിലാണോ അതോ വിവാഹിതയായ സ്ത്രീ എന്ന അവസ്ഥയിലാണോ എന്ന കാര്യത്തിൽ രാധ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. താസി ഹേ യാ ഭരി ഹേ, എൻ്റെ ആ നെറുക ഇപ്പോഴും എന്താണ് സിന്ദൂരം ചാർത്താത്ത അവസ്ഥയിലാണോ അതോ കണ്ണൻ സിന്ദൂരം ചാർത്തിയതാണോ എന്നതിലും രാധയ്ക്ക് ഇപ്പോഴും കൃത്യതയില്ല. മേ റീത്ത് ഗയി ഹൂം യാ നഹീം, ഇസ്കെ ബാരെ മേ ഭി രാധാക്കോ കൊയ് പൂർണ്ണ ചിന്ത നഹി ഹെ. അപ്പോൾ രാധയ്ക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണയില്ല. അതായത് എന്താണ്, കണ്ണനിൽ ഞാൻ സമ്പൂർണ്ണമായി അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞുവോ, അല്ലെങ്കിൽ കണ്ണൻ്റെ ഭാഗമായി കഴിഞ്ഞുവോ? പക്ഷേ കണ്ണൻ എവിടെ? അതാണ് രാധയുടെ പ്രശ്നം. കണ്ണനടുത്തില്ല, പക്ഷേ ഇപ്പോഴും കണ്ണൻ്റെ സാമീപ്യം അവൾ ആ മാമ്പൂക്കളിലൂടെ അനുഭവിക്കുകയാണ്. അപ്പോൾ രാധ ഉസ്കെ മൻ മേ ജോ ചുനൗത്തി ഹേ ഓ ഹേ അബ് വോ ആം കെ ബോർ. ആ മാമ്പൂക്കൾ രാധയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ്. അതിൻ്റെ ആശയം രാധയ്ക്ക് ഇപ്പോഴും പൂർണ്ണമായി ഗ്രഹിക്കാൻ ആയിട്ടില്ല. വാസ്തവത്തിൽ അവൾ വിവാഹിതയല്ല, പക്ഷേ വിവാഹിതയാണെന്ന് തോന്നുന്നു. അവളുടെ നെറുകയിൽ ആരും സിന്ദൂരം ചാർത്തിയിട്ടില്ല. പക്ഷേ കണ്ണൻ കൊഴിച്ചുപോയ ആ മാമ്പൂക്കൾ അവളെ ഞാൻ വിവാഹിതയാണ്, എൻ്റെ നെറുകയിൽ സിന്ദൂരമുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. റീത്ത് ഗയി ഹെ ലേക്കിൻ കൃഷ്ണനെ ഉസ്സെ ഷാദി നഹി കി ഹെ. ഇപ്പോഴും രാധ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ കണ്ണനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, കണ്ണൻ്റെ ഭാഗമായിരിക്കുന്നു എന്ന് രാധ ചിന്തിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ രാധ വിവാഹിതയല്ല, അബീബി വോ കുവാരി ഹെ. അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളിലൂടെ രാധ കടന്നു പോവുകയാണ്. അതാണ് കുറച്ച് മുന്നേയുള്ള വരികളിൽ യേ ആംകാ ബർ അബ് മേരിലേക്ക് ചുനൗത്തി ബൻ ഗയി ഹെ എന്ന് രാധ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു വെല്ലുവിളിയാണ്. രാധയ്ക്ക് മനസ്സിലാകുന്നില്ല രാധയുടെ ഇപ്പോഴത്തെ ആ ഒരു അസ്തിത്വം എന്ത് നിലയ്ക്കാണ് എന്ന് രാധയ്ക്ക് ഇപ്പോഴും കൃത്യമായൊരു ധാരണ കിട്ടിയിട്ടില്ല. तुम्हारे इस अत्यंत रहस्यमयी संकेत को ठीक ठीक न समझ मैं उसका लौकिक अर्थ ले बैठी तो मैं क्या करूं? तुम्हें तो मालूम है कि मैं वही बावली लड़की हूं ना
जो पानी भरने जाती है तो भरे घड़े में अपनी चंचल आँखों की छाया देखकर उन्हें कुलेल करती हुई चटुल मछलियाँ समझकर बार बार सारा पानी ढलका देती है. तो तुम्हारे इस अत्यंत रहस्यमय संकेत को मैं ठीक ठीक ना समझ. तुम्हारे जो रहस्യമയ संकेत है അത് രഹസ്യമയമായ കണ്ണൻ്റെ ആ ഒരു സൂചന, കണ്ണൻ്റെ ആ സൂചന ഇപ്പോഴും രാധയ്ക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. അവളാകെ ആശയക്കുഴപ്പത്തിലാണ്. അപ്പം നീ തന്ന ആ ഒരു സൂചന മേ അഭി ഭി ठीक ठीक नहीं समझ पाई हूँ. പൂർണ്ണമായും ഞാനിപ്പോഴും വാസ്തവത്തിൽ മനസ്സിലാക്കിയിട്ടേയില്ല. और उसका लौकिक अर्थ ही ले बैठी. അതിൻ്റെ ലൗകികമായ അർത്ഥം, അപ്പോൾ ആ ലൗകികമായ അർത്ഥവും അലൗകികമായ അർത്ഥവും ഉണ്ടോ എന്നാണ്. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, രാധ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയും ലൗകികമായ ജീവിതം അല്ലെങ്കിൽ ഭൗതികമായ ജീവിതം നയിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് രാധ. പക്ഷേ കൃഷ്ണൻ എന്ന് പറയുന്നത് ദൈവിക സങ്കല്പമാണ്, ആധ്യാത്മികമായ ഒരു ബന്ധമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ലൗകികതയും ആധ്യാത്മികതയും തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ വരുന്നതാണ് വാസ്തവത്തിൽ ഈ ആശയക്കുഴപ്പങ്ങൾ. രാധയെപ്പോലെ ഒരു സാധാരണ പുരുഷനല്ല കൃഷ്ണൻ. അവിടെ ഒരു ഈശ്വരീയ സങ്കല്പമുണ്ട്. അപ്പോൾ ആ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഉസ്കാ ലൗകിക അർത്ഥ ലേലൂം യാ അലൗകിക അർത്ഥ. നീ ചെയ്യുന്നതിലൊക്കെ ഞാൻ കാണേണ്ടത് ലൗകികമായ ആശയമാണോ അല്ലെങ്കിൽ നിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള, അതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അപ്പോൾ നീ തന്ന ഈ ഒരു സൂചന എനിക്ക് വ്യക്തമായിട്ട് ഇനിയും ഗ്രഹിക്കാനായിട്ട് സാധിച്ചിട്ടില്ല കണ്ണ. ക്യാമേ ഉസ്കാ ലൗകികാർത്ഥലും. ഒരു പെൺകുട്ടി, നമ്മുടെ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയുടെ നെറുകയിൽ ഒരു പുരുഷൻ സിന്ദൂരം ചാർത്തുന്നതോടുകൂടി അതിൻ്റെ ലൗകികമായ അർത്ഥം എന്ന് പറയുന്നത് അവർ വിവാഹിതരായി എന്നാണ്. പക്ഷേ ഇവിടുത്തെ പുരുഷൻ എന്ന് പറയുന്ന സാധാരണക്കാരനല്ല, അതാണ് പ്രശ്നം. കണ്ണനാണ്, ദൈവിക സങ്കല്പത്തിലുള്ള ആളാണ്. അപ്പോൾ ഭഗവാൻ ഒരു സാധാരണ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ? അതൊക്കെയാണ് രാധയുടെ ആശയക്കുഴപ്പങ്ങൾ. അപ്പോൾ ഉസ്കാ ലൗകികാർത്ഥ ലേ ബൈഠി, ഞാനതിൻ്റെ ലൗകികമായ അർത്ഥം എടുത്താൽ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന നിലയ്ക്കാണ് ഞാനതിനെ കാണുന്നതെങ്കിൽ तो मैं क्या करूँ, ഞാൻ മുझे क्या करना है, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ രാധയ്ക്ക് കണ്ണനോട് ഒരേ സമയം ഭക്തിയും പ്രണയവുമാണ്. ഒരേ സമയം കണ്ണനോട് ഭക്തിയുമുണ്ട് രാധയ്ക്ക്, അതേസമയം തന്നെ പ്രണയവുമുണ്ട്. അപ്പം ഞാനിതിൻ്റെ ലൗകികമായ അർത്ഥമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നീ എൻ്റെ ഭർത്താവാണ്, പക്ഷേ അതേസമയം നീ എൻ്റെ സ്വാമിയുമാണ്, ഈശ്വരനുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് രാധ ചോദിക്കുന്നത്. ഇനി തുമേ തോ മാലൂം ഹേ മേ വഹി ബാവ്ലി ലഡ്കി ഹൂം, ഞാനൊരു പൊട്ടി പെണ്ണാണെന്ന് നിനക്കറിയാലോ. തുമേ തോ മാലൂം ഹേ കി മേ വഹി ബാവ്ലി ലഡ്കി ഹൂം, ഞാനൊരു പൊട്ടി പെണ്ണാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ജോ പാനി ഭർനെ ജാതി ഹേ തോ ഭരേ ഘടേ മേ അപ്നി ചഞ്ചൽ ആँखों की छाया देखकर उन्हें कुलेल करती हुई चटुल मछलियाँ समझकर बार बार सारा पानी ढलका देती है. അപ്പോൾ രാധ പറയുന്നു, മേ കിത്തനി ബാവലി ഹൂം, ഞാൻ എത്ര വിഡ്ഢിയായ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയാണ് എന്ന് കണ്ണൻ അറിയാമല്ലോ. അതിനൊരു ഉദാഹരണം അവൾ പറയാണ്, അവളുടെ പൊട്ടത്തരത്തിൻ്റെ ഒരു ഉദാഹരണം പറയാണ്. തോ മേ പാനി ഭർനെ ജാതി ഹൂം, അപ്പം ഞാൻ നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കാനായിട്ട് കുടവുമായിട്ട് പോകുന്ന സമയത്ത്, തോ മെരെ ഘടേമേ, ഘട എന്ന് പറയുന്ന കുടമാണ്. അപ്പോൾ കുടത്തിൽ വെള്ളം ശേഖരിക്കാനായിട്ട്, നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് അപ്നി ചഞ്ചൽ ആँखों की छाया देखकर, അപ്പോൾ കുടത്തിലെടുക്കുന്ന വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഉസ്കി ചഞ്ചൽ ആँखों की छाया देखती है രാധ ആ കുടത്തിൽ ശേഖരിച്ച വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകളുടെ പ്രതിബിംബം അവൾ ആ വെള്ളത്തിൽ കാണാറുണ്ട്. സ്വന്തം കണ്ണുകൾ ആ വെള്ളത്തിൽ കാണുമ്പോൾ മേരി ചഞ്ചൽ ആँखों को देखने पर, ചഞ്ചലമായ അതായത് എന്താണ്, ഇമ വെട്ടുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ കണ്ണുകളിങ്ങനെ ആ വെള്ളത്തിൻ്റെ പ്രതിബിംബത്തിൽ ചഞ്ചലപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇമ വെട്ടി കാണുമ്പോൾ എനിക്ക് തോന്നുക കുലേൽ കർത്തി ഹുയി ചട്ടുലു മച്ചിലിയാ ഹേ, ആ വെള്ളത്തിൽ മീൻ കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുക. സ്വന്തം കണ്ണുകളെ, രാധയ്ക്ക് സ്വന്തം കണ്ണുകളെ കാണുമ്പോൾ, കണ്ണിൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ കാണുമ്പോൾ തോന്നുക കുച്ച് മച്ചിലിയാ മുസ്മയും കുലേൽ കർ റഹി ഹേ, മീനുകൾ അതിനുള്ളിൽ കിടന്ന് കുലേൽ കർണ എന്ന് പറഞ്ഞാൽ ക്രീഡാകർണ എന്നാണ്, ഓടിക്കളിക്കുന്ന മീനുകളായിട്ടാണ് എനിക്ക് തോന്നാറ്.
അപ്പോൾ എൻ്റെ കണ്ണുകളുടെ പ്രതിബിംബം വെള്ളത്തിൽ കാണുമ്പോൾ വെള്ളത്തിൽ മീനുകൾ ഓടിക്കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാൻ ശേഖരിച്ച വെള്ളത്തിൽ മീനുണ്ട്, മീനുകൾ വന്ന് കയറിയ കുടത്തിൽ എന്ന് കാണുമ്പോൾ മേ ക്യാ കർത്തി ഹൂം, ബാർ ബാർ സാരാ പാനി ഠൽക്കാ ദേത്തി ഹെ, ആ കുടത്തിൽ നിന്ന് ആ വെള്ളം ഞാൻ ഠൽക്കാ ദേത്തി ഹെ, കൈകൊണ്ട് ഇങ്ങനെ തെറ്റിച്ച് കളയും എന്നാണ്. ഠൽക്കാ ദേന എന്ന് പറയുന്നതാണ് കൈകൊണ്ട് ആ വെള്ളത്തെ ഇങ്ങനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം കണ്ണുകളുടെ പ്രതിബിംബം കണ്ടാൽ അത് മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത വെറും ഒരു പൊട്ടിപ്പെണ്ണാണ് ഞാനെന്ന് നിനക്കറിയാമല്ലോ കണ്ണാ. जब मैं नदी से पानी भरने ला जाती हूँ तो मेरे घड़े में मेरे आँखों के ही പ്രതിബിംബ ദേഖനെ പർ ജോ ചഞ്ചൽ ഹെ, അതാണ് ആ വാക്ക്, ചഞ്ചലമായതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കണ്ണുകളെ ഇങ്ങനെ കാണുമ്പോൾ, കണ്ണുകളിങ്ങനെ ഇമ വെട്ടുന്നതൊക്കെ കാണുമ്പോൾ മീനുകൾ ഓടി കളിക്കുന്ന പോലെ തോന്നിയിട്ട് मैं उसे मछलियाँ समझती हूँ और क्या करती है, उस पानी को बार बार मैं ठलका देती हूँ. ആ വെള്ളത്തെ മീനുകളെ എടുത്ത് പുറത്ത് കളയാൻ എന്നോണം ഞാനതിൽ ശേഖരിച്ച വെള്ളം തട്ടിക്കളയുന്നത് നിനക്ക് അറിവുള്ളതല്ലേ കണ്ണ എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും പൊട്ടിയായ എനിക്ക് നിൻ്റെ ഇത്രയും വലിയ സൂചനകളൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെയും പോകാറുണ്ട്. ചില സമയത്ത് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയാതെയും പോകാറുണ്ട്. അതിനായിട്ട് രാധ കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത്. बार बार मैं सारा पानी ढलका देती है वो मछली समझकर. अपने ही आँखों को पानी में अपने ही आँखों की प्रतिबिंब देखने पर राधा को ऐसा प्रतीत होता है कि उसमें मछलियाँ खेल रही हैं. तो यह मछलियाँ हैं ऐसा सोचकर वो पानी को बार बार क्या करती है, ढलका देती है. तो मैं उतनी बावली हूँ कन्ना. കണ്ണനോട് പറയാണ്, ഞാൻ അത്രത്തോളം പൊട്ടിയായൊരു പെണ്ണല്ലേ കണ്ണ. സുനോ മേരെ മിത്ര, സുനോ മേരെ മിത്ര. കണ്ണനെ ഇവിടെ മിത്രമേ എന്നാണ് സംബോധന ചെയ്യുന്നത് രാധ. കണ്ണ കേൾക്കൂ, യഹ ജോ മുझमें इसे उसे तुम्हें अपने को कभी कभी ना समझ पाने की नादानी है ना, इसे मत रोको, होने दो, वो भी एक दिन हो कर रीत हो जाएगी. അപ്പോൾ എനിക്ക് എന്നെയോ നിന്നെയോ അല്ലെങ്കിൽ ഈ വെള്ളത്തിലുള്ള മത്സ്യത്തെയോ ഒന്നും തിരിച്ചറിയാൻ പോകാത്ത എന്നിലുള്ള ആ നാദാനിയില്ലേ, എന്നിലുള്ള ആ നിഷ്കളങ്കതയില്ലേ, അതിനെ അങ്ങനെ അങ്ങ് സംഭവിക്കാൻ വിട്ടേക്കു കണ്ണാന്നാണ്. എൻ്റെ നിഷ്കളങ്കതയെ നീ തടയല്ലേ കണ്ണ എന്നാണ് രാധ അവിടെ പറയുന്നത്. അപ്പോൾ നേരത്തെ സ്വയം ബാവലി എന്ന് വിശേഷിപ്പിച്ചു രാധ തന്നെ, പൊട്ടിപ്പെണ്ണാണെന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ നാദാൻഹെ എന്ന് വിശേഷിപ്പിക്കുന്നു. ഞാനൊരു നാദാൻ, നിഷ്കളങ്കയായ പെൺകുട്ടിയല്ലേ, എനിക്ക് എന്തിനുള്ള കഴിവില്ല എന്നാണ്. മുച്ച്മേം ഇസേ ഉസേ തുമേം അപ്നേക്കോ നാ സമജ് പാനേക്ക് നാദാനി ഹെ, എന്നിൽ മുച്ച്മേം നാദാനി ഹെ, എന്നിലൊരു നിഷ്കളങ്കത്വമുണ്ട്. അത് എന്താണ് ആ നിഷ്കളങ്കത്വം? ഇസേ ഉസേ തുമേം അപ്നേക്കോ, ഇത് അത് അല്ലെങ്കിൽ നിന്നെ അല്ലെങ്കിൽ എന്നെ ഒന്നും അപ്നേക്കോ കഭി കഭി നാ സമജ് പാനേക്ക് നാദാനി ഹെ, തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ആ ഒരു നിഷ്കളങ്കത എനിക്കുണ്ടല്ലോ. എൻ്റെ തന്നെ കണ്ണുകളുടെ പ്രതിബിംബം കണ്ടിട്ട് മനസ്സിലാക്കാത്ത വിധം പൊട്ടിപ്പെണ്ണല്ലേ ഞാൻ. ആ എൻ്റെ നിഷ്കളങ്കതയെ ഹോനേദോ കണ്ണ എന്നാണ് പറയുന്നത്. അതിനെ അങ്ങ് സംഭവിക്കാൻ വിടൂ കണ്ണ. എന്നിലുള്ള ആ നിഷ്കളങ്കത്വത്തെ നീ ചോദ്യം ചെയ്യല്ലേ കണ്ണ, അതങ്ങ് സംഭവിച്ചോട്ടെ. ഉസേ ഹോനേദോ, ഉസേ മത് റോക്കോ, എൻ്റെ ആ നിഷ്കളങ്കത്വത്തെ നീ തടയല്ലേ, മത് റോക്കോ തടയല്ലേ, ഹോനേദോ അതിനെ അങ്ങനെ തന്നെ ഇരിക്കാൻ വിട്ടേക്കൂ. वो भी एक दिन होकर रीत जाएगी, സ്വാഭാവികമായി ഒരു ദിവസം അത് സ്വയം रीत जाएगी. ആ നിഷ്കളങ്കത്വവും ഒരിക്കൽ रीत जाएगी, ശൂന്യ ഹോ जाएगी. ഒരു പക്ഷേ ആ നിഷ്കളങ്കത്വവും എന്നെങ്കിലും എന്നിൽ നിന്ന് താനേ ഇല്ലാതായിക്കോളും. എൻ്റെ ആ നാദാനി ഭി മുझसे കഭി छूट जाएगी, അത് സ്വാഭാവികമായിട്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ മുझसे छूट जाएगी, എന്നിൽ നിന്ന് ഇല്ലാതായിക്കോളും. അപ്പം ഞാൻ തന്നെ അബ് റീത്ത് ഹോ രഹി ഹെ, ഞാനല്ലാതായിക്കൊണ്ടിരിക്കുന്നു, നിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു, നിന്നിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ എൻ്റെ ഈ ചെറിയ പൊട്ടത്തരം, എൻ്റെ ഈ നിഷ്കളങ്കത്വം, അതിനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കാൻ വിടൂ കണ്ണ. ഏക് ദിൻ വോ ഭി തുച്ഛമേം റീത് ജായേഗി, ഒരിക്കൽ ഞാൻ നിൻ്റെ ഭാഗമാകുന്നതിനൊപ്പം അതും എന്നിൽ നിന്ന് ഇല്ലാതായിക്കോളും. और मान लो ना भी रीते, और मान लो ना भी रीते और मैं ऐसी ही बनी रहूं तो क्या. ഇനി
ഒരിക്കൽ അതില്ലാതായി പോകുമെന്ന് രാധ പറഞ്ഞല്ലോ. എൻ്റെ ആ നിഷ്കളങ്കത്വവും ഒക്കെ നാദാനി ബാവ്ലാപ്പൻ ഇതെല്ലാം ഒരിക്കൽ താനേ ഇല്ലാതായി പൊക്കോളും എന്ന് പറയുന്നു. ഒപ്പം അവസാനം രാധ കൂട്ടിച്ചേർക്കാണ്, ഇനി അഥവാ അതൊന്നും എന്നിൽ നിന്ന് പോയില്ലെങ്കിൽ തന്നെ എന്താ പ്രശ്നം എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ രാധയുടെ ആ ഒരു എന്താ പറയുക നട്ഖട്ട്പൻ ഭി ഉധർ ദിഖായി ദേത്താ ഹൈ. രാധയുടെ ആ ഒരു കുസൃതി ചോദ്യമാണ്. അതെന്താണ്? और ना और मान लो तो और मान लो എന്നുവെച്ചാൽ ഇനി അഥവാ നടന്നില്ല എങ്കിൽ തന്നെ എന്തുണ്ടാകും എന്നാണ് അവിടെ രാധ ചോദിക്കുന്നത്. നാഭീരീത്തെ ഈ സ്വഭാവങ്ങളൊന്നും, എൻ്റെ ഈ വികൃതിത്തരമോ അല്ലെങ്കിൽ എൻ്റെ ഈ പൊട്ടത്തരമോ ഒന്നും എന്നിൽ നിന്ന് ഇല്ലാതായി പോകുന്നു എങ്കിൽ പോലും മേ ഏസി ബനി രഹൂം തോഭി, ഞാൻ ഇങ്ങനെ തന്നെയായി ഇനിയും തുടരുകയാണെങ്കിൽ പോലും തോക്യാ, അതുകൊണ്ടെന്താ അതൊക്കെ വലിയ കാര്യമാണോ എന്നാണ് രാധ ചോദിക്കുന്നത്. ഈ നിഷ്കളങ്കത്വം അല്ലെങ്കിൽ ഈ ബാവ്ലാപ്പൻ അതൊക്കെ എൻ്റെ ഭാഗമല്ലേ, അതൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും എന്താ കണ്ണാ നിനക്ക് പ്രശ്നം എന്ന് രാധ കണ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കണ്ണനോടുള്ള സ്നേഹത്തോടുള്ളൊരു പരിഭവമാണത്. അതായത് എന്നെ ഞാനായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ നീ തയ്യാറല്ലേ, എൻ്റെ ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ ചാപല്യങ്ങളെയും, അതായത് അതും രാധയുടെ ഭാഗമാണല്ലോ, അതോടുകൂടി തന്നെ എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറല്ലേ കണ്ണ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ വരികളുടെ ആശയമാണ് ഓർ മാൻലോ, ഇനി കണക്കാക്കൂ, ഇനി അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കണക്കാക്കൂ, കി നാഭീരീതേ, എന്നിൽ നിന്ന് ഇതൊന്നും ശൂന്യമായി പോകുന്നില്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഇതൊന്നും ഈ ശീലങ്ങളൊന്നും ഒരിക്കലും എന്നിൽ നിന്ന് പോകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഓർ മേ ഏസി ഹി ബനി രഹൂം, ഞാൻ ഇങ്ങനെ തന്നെ തുടരുകയാണെന്നിരിക്കട്ടെ. തോ ക്യാ, എങ്കിൽ പിന്നെ അങ്ങനെയാ തുടരുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് രാധ ചോദിക്കുന്നു. तो क्या है जब मुझसे मेरा जो ऐसा शील है और नादानी है और ये चंचलता है, बावलापन है, ये सब मुझसे ना रीत जाती है तो भी उसमें क्या बुराई है, क्योंकि ये सब तो राधा ही है. ഇതെല്ലാം ചേരുന്ന ആൾ തന്നെയാണ് രാധ. ഈ പറയുന്ന നിഷ്കളങ്കതയും ഈ പൊട്ടത്തരവും ഒക്കെ ചേർന്നത് കൂടിയാണ് രാധ. അതുകൊണ്ട് അഗർ മുझसे ये सारे शील ना रीते और मैं ऐसी ही बनी रहूं तो भी तुझे क्या है കൃഷ്ണ എന്ന് കണ്ണനോട് രാധ ചോദിക്കുകയാണ്. അപ്പോൾ രാധയുടെ കുഞ്ഞു കുഞ്ഞു പരിഭവവും സങ്കടങ്ങളുമാണ് നമ്മൾ ആ വരികളിൽ കാണുന്നത്.